ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഹബീബ സജിൽ, ലൈഫ് കോച്ചാണ്. ഇന്നത്തെ നമ്മുടെ വിഷയം സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ്, സ്നേഹമോ നിയന്ത്രണമോ എന്നുള്ളതാണ്. ബന്ധങ്ങൾക്കിടയിൽ ചിലർ സംസാരിക്കാതിരിക്കുന്നു. അവർ പറയും, ഞാൻ ചൊടിച്ചു, അതുകൊണ്ട് മിണ്ടുന്നില്ല എന്ന്. നിങ്ങൾ ഇങ്ങനെ ചൊടിക്കുന്ന ഒരാളാണോ? എങ്കിൽ നിങ്ങൾ സ്വയം ഒരു ചോദ്യം ചോദിക്കണം. നിങ്ങളുടെ മൗനം മനസ്സ് ശാന്തമാക്കാനാണോ, അല്ലെങ്കിൽ മുന്നിലുള്ളവനെ ശിക്ഷിക്കാനാണോ? സംസാരിക്കാതെ ഇരിക്കുന്നത് എല്ലായ്പ്പോഴും പക്വതയല്ല. ഒരിക്കൽ വഴക്കുണ്ടായാൽ ചില സമയം അവരുമായി അകലം പാലിക്കുന്നത് സ്വാഭാവികം. മനസ്സ് ശാന്തമാക്കാൻ സമയം വേണം. പക്ഷേ ദിവസങ്ങളോളം മൗനത്തിൽ തുടരുമ്പോൾ, നേരിട്ട് കാണുകയും എന്നാൽ അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാതിരിക്കുകയും അവരോട് സംസാരിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ മുന്നിലുള്ളവനെ ആശയക്കുഴപ്പത്തിലാക്കുന്നു. അത് സ്നേഹമല്ല, അതൊരു തരം നിയന്ത്രണമാണ്. ഒരു കാര്യം മനസ്സിലാക്കാം, മിണ്ടാതിരിക്കുക രണ്ട് രീതിയിലുണ്ട്. ഒന്ന്, ഇപ്പോൾ സംസാരിച്ചാൽ പ്രശ്നത്തിലേക്ക് പോകും, അതിനാൽ കുറച്ച് സമയം കഴിഞ്ഞ് സംസാരിക്കാം എന്നുള്ള തീരുമാനം. ഇത് പക്വതയാണ്. രണ്ട്, നിന്നെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ മിണ്ടില്ല. ഇത് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കലാണ്. സ്നേഹമുള്ള ബന്ധത്തിൽ അവരെ അറിയിക്കാതെ അവരെ നമ്മൾ ശിക്ഷിക്കില്ല. നിങ്ങൾ ആരെയെങ്കിലും സ്നേഹിക്കുന്നുവെങ്കിൽ അവരെ ആശങ്കയിലാക്കില്ല, അവരെ അവഗണിച്ച് പഠിപ്പിക്കില്ല. അതുപോലെ നിങ്ങളോട് ആരെങ്കിലും ഇങ്ങനെ പെരുമാറുകയാണെങ്കിൽ ഒരു കാര്യം ചോദിക്കുക, നമുക്ക് പ്രശ്നം സംസാരിച്ച് തീർക്കാമോ? മറുപടിയില്ലെങ്കിൽ അതുതന്നെ ഒരു മറുപടിയായി കാണുക. ബന്ധത്തിൽ ഭയമുണ്ടെങ്കിൽ അത് സ്നേഹമല്ല. ബഹുമാനവും തുറന്ന സംഭാഷണവുമാണ് ആരോഗ്യകരമായ ബന്ധത്തിൻ്റെ അടിസ്ഥാനം. നിങ്ങളുടെ മനസ്സിനെ ബുദ്ധിമുട്ടിക്കുന്ന പെരുമാറ്റമുണ്ടായാൽ അവൻ അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞ് സഹിക്കേണ്ട ആവശ്യമില്ല. തുറന്നു സംസാരിക്കാം. ശാന്തത സ്നേഹത്തിൻ്റെ ഭാഗമാകാം. പക്ഷേ ശാന്തത കൊണ്ട് മറ്റൊരാളെ വേദനിപ്പിക്കുന്നത് സ്നേഹമല്ല. ഇതുപോലുള്ള മനസ്സിനെ വ്യക്തമായി കാണാൻ സഹായിക്കുന്ന, മോട്ടിവേറ്റ് ചെയ്യുന്ന സന്ദേശങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ദിവസവും പങ്കുവെക്കാറുണ്ട്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഗ്രൂപ്പിൻ്റെ ഡീറ്റെയിൽസ് കമൻറ്റിൽ പിൻ ചെയ്തിട്ടുണ്ട്.